എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നൊരു ജാം റോളാണ് ഉണ്ടാക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും അര കപ്പ് മൈദ, 250 കപ്പാണ്. ഇത്രയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ കുറച്ച്, ഒരു പൊട്ട് ഉപ്പ്, എല്ലാം കൂടി അരിച്ചെടുക്കാം. പൊടികൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു മിക്സിയിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇത് രണ്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട മുട്ടയുടെ കളറൊക്കെ മാറി വൈറ്റ് കളറിലേക്ക് വന്നേക്കണേ. അതിനകത്തേക്ക് ഇത് ഇത്രയും ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് വാനില എസൻസ്, ഇത് ഒന്നും കൂടി ഒന്ന് അടിക്കാം. മുട്ടയും പഞ്ചസാരയും ഓയിലും എസൻസും കൂടി അടിച്ചെടുത്ത കൂട്ടാണ് കേട്ടോ ഇത്. ഈ കൂട്ടിലേക്ക് നേരത്തെ അരിച്ച് വെച്ചേക്കണ മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചല്ലേ ഉള്ളൂ. അത് നല്ലോണം മിക്സ് ചെയ്യാം. എപ്പോഴും ഒരു വശത്തേക്ക് തന്നെ മിക്സ് ചെയ്ത് നോക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ്. അധികം കട്ടയാവാനും പറ്റില്ല. അധികം കട്ടയായി കഴിഞ്ഞാൽ പാൻ തന്നെ ഒന്ന് ചുറ്റിന് പാനിൽ എടുക്കുന്നതാണല്ലോ. ഇതുപോലത്തെ ഒരു പാനാണ്. ഞാൻ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ തടവി വെച്ചേക്കണതാണ്. ഞാൻ ഈ ബാറ്ററിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചുരുക്കം ഒഴിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുരുക്കം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ചുരുക്കം ഒഴിച്ചേക്കുന്നത്. എല്ലാ കേക്കിനും ഒഴിക്കാറുണ്ട്. ഞാൻ ഈ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. ഇത് ഞാൻ ഒരു പഴയ പാനാണ്. അത് കുറച്ച് നേരമായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ ഈ പാൻ വെച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ മൂടി. ഇതിൻ്റെ മൂടിയല്ല, വേറെ മൂടിയാണ്. ഈ മൂടി വെച്ചാണ് ഞാൻ മൂടണേ. ഇതിന് ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കണം കേട്ടോ. ഇതിന് ഹോളുള്ളത് ഞാൻ അടച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവട്ടെ. കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറ്റി പിടിക്കണമൊന്നുമില്ല. കേക്ക് വെന്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇറക്കാണ്. ഒന്ന് ചൂടാറട്ടെ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചിട്ട് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെ ചെയ്യണേ, അതുകൊണ്ട് ഞാൻ ഫോൺ
കാണിക്കാൻ പറ്റില്ല ചുറ്റണത്, ഫോൺ കയ്യിൽ വയ്ക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ട് ചെയ്യണ്ടേ. ഞാൻ ഇതുപോലെയാണ് ചുരുട്ടിയെടുത്തേക്കുന്നത്. അത് ചൂടോടെ ചുരുട്ടിയതാണ്. ചുരുട്ടിയെടുക്കാനായിട്ട് എളുപ്പത്തിന്. ചൂടോടെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ചുരുട്ടാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് അത് ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കേക്കിലേക്ക് ജാം പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം, മറ്റേ സിറപ്പ്, ഷുഗർ സിറപ്പ് ഞാൻ ഇടണില്ല. ഇപ്പം ഇതൊക്കെ ഇടണതല്ലേ, അതുകൊണ്ട് ഇടണില്ല. അറ്റത്തേക്ക് വെക്കണില്ല. നാളെ പറ്റിയതാണ്. അത് ചുരുട്ടുമ്പോൾ അതങ്ങ് നീങ്ങി പോകും. ഞാനിത് ചുരുട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ പിടിച്ച ചുരുട്ടാണ്, പക്ഷെ കാണിക്കാനായിട്ട് എൻ്റെ ഞാനത് റോള് ചെയ്യാണ് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ റോൾ ചെയ്തേക്കണേ. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് സമയം ഫ്രിഡ്ജിലിരിക്കട്ടെ. ഇതാണ് ഞാൻ ജാം റോള് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചേർന്നതാണ്. ഞാൻ അതിൻ്റെ മീതേക്ക് ഒന്നും കൂടി ജാം പറ്റി കൊടുക്കുകയാണ്. ജാം റോള് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഞാനത് മുറിക്കുകയാണ്. 2 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതാണ് കേട്ടോ എൻ്റെ ജാം റോള്. ഞാൻ ഇതിൻ്റെ ഓരോ പീസിൻ്റെ ഉള്ളിലേക്ക് 2 തരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് 2 തരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ജാം റോള്. നിങ്ങളിത് ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക.
തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.